നമസ്കാരം, അമൃതാണ്. ഗിർ സിനിമ കണ്ട് മലയാളത്തിൻ്റെ 2 ഡിയോ സ്റ്റാർസ് അഭിനയിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സിനിമ, ആ ഒരു പ്രതീക്ഷയിലാണ് ഈ സിനിമ കണ്ടത്. പക്ഷേ ഈ സിനിമ വെറും ഒരു സ്പൂഫ് പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മൃഗശാല പോയി കണ്ടിട്ടില്ലാത്തത്, തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം മൃഗശാല കണ്ടിട്ടില്ലാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും. ഫുള്ള് തിരുവനന്തപുരം മൃഗശാലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ, അതെനിക്ക് തോന്നുന്നു കുറച്ച് മൃഗശാല കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ മെയിൻ സീക്വൻസുകളൊക്കെ ഒരു സെറ്റ് ഇട്ടിരിക്കുന്ന പോലെയാണ് തോന്നിയത്. ഈ സിനിമയുടെ കോൺസെപ്റ്റ് വെച്ചിട്ട് കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് എടുക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ സിംഹത്തിനെയൊക്കെ വെച്ച് കുറേ ഷോട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം ഇത് ബാക്ക് പ്രൊജക്ഷൻ പോലെ വേറെ ചെയ്തിട്ട് ഇത് ലൈവായിട്ട് മെർജ് ചെയ്തിരിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിന് കുറച്ചും കൂടെ വ്യക്തത വരത്തക്ക വിധത്തിൽ അവർ സിനിമയുടെ അവസാനം ഇതിൻ്റെ ഷൂട്ടിംഗ് ക്ലിപ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിംഗ് ക്ലിപ്സിലൊന്നും ഈ നടന്മാരൊന്നും ഇല്ല. അപ്പോൾ സിംഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഷോട്ടുകൾ അവർ ഏതോ രാജ്യത്ത്, നമീബിയയോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ ഏതെങ്കിലും രാജ്യത്തിൽ പോയിട്ട് ക്യാപ്ചർ ചെയ്തിരിക്കുന്നതാണ്. അതൊക്കെ ഇതിൻ്റെ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ പ്രൊമോഷനിൽ ഇതിൻ്റെ ആക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞത് ഇവരുടെ സിംഹമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ അവർ ഷെയർ ചെയ്ത്. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇവരൊക്കെ അവിടെ പോയി ഷൂട്ട് ചെയ്തതായിരിക്കുമെന്ന് എനിക്കൊരു സംശയം തോന്നി. പക്ഷെ അങ്ങനെ ആവാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊമോഷനിലുള്ള മിസ്ഗൈഡൻസ്, അത് ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് അധികമായിട്ടുള്ള പ്രതീക്ഷകൾ വെക്കുകയും ചെയ്യും. എന്നാൽ അത് ചെന്ന് കാണുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയൊന്നുമില്ല. ഭയങ്കര സ്പൂഫായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ സീരിയസ് ആയിട്ട് സ്റ്റോറി ടെൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളെത്തുമ്പോഴത്തേക്ക് പക്ക സ്പൂഫ് ആക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ, അതായത് സീരിയസ്നെസ്സിനോടും ഒന്നുകിൽ സീരിയസ് ആയിട്ട് ഈ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യണമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അത് പക്ക സ്പൂഫായിട്ട് അങ്ങ് എടുത്തു വെച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ എടുക്കാവുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു കഥാപാത്രം കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, ഒരു കഥാപാത്രം ശരിക്കും കോൺസെപ്റ്റ്, ഒരു ത്രെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെ കുറച്ചും കൂടെ നന്നായിട്ട് അവതരിപ്പിക്കാമായിരുന്നെന്ന് തോന്നി. പിന്നെ ഈ ഒരു സിംഹമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതൽ. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ജോക്സും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ വർക്കായില്ല. അതുകൊണ്ട് തിയേറ്ററിൽ ഇങ്ങനെ മുഷിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ ഞാനും വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കൊച്ചുകുട്ടികൾ പോലും അത് സിനിമ ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ആ കൊച്ചുകുട്ടി ഫോണും ഒക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുകയും അതിൻ്റെ ഒരു, നമ്മൾ അടുത്തിരുന്ന ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഈ അടുത്ത കാലത്ത് കുറച്ചൊരു അരോചകമായിട്ട് തോന്നിയ ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. എന്ന് വെച്ചാൽ മോശമെന്ന് ഞാൻ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, പലർക്കും ഈ സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. എനിക്ക് എന്തോ വർക്കായില്ല, അതുകൊണ്ടാണത് ജെന്യൂനായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഈ സിംഹമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്സ് അവർ വേറെ എടുത്തതാണെന്നുണ്ടെങ്കിലും അതും മെയിനായിട്ടുള്ള ലൈവ് വിഷ്വൽസുമായിട്ടുള്ള ഒരു മെർജിങ് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് മെർജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ലൈവ്ലി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയുന്നവർക്ക് അത് വലിയ ഗംഭീരമായിട്ട് തോന്നില്ല. പിന്നെ ഫ്രെയിം റേറ്റ്സിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതായത് സിംഹം ഓടുമ്പോഴത്തേക്ക് നമുക്കൊരു ആനിമേറ്റഡ് സിംഹം ഓടുന്നതെന്നൊക്കെ തോന്നും. പിന്നെ ഈ ആനിമേഷനും ഇതിൻ്റെ ഇടയിൽ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ്. എന്തായാലും നിങ്ങൾ ഒറിജിനൽ സിംഹത്തിനെ ഷൂട്ട് ചെയ്തെങ്കിൽ അത് കുറച്ചും കൂടി ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ എന്തൊക്കെയോ പോരായ്മകൾ എവിടെയൊക്കെ ഫീൽ ചെയ്തു. ബട്ട് ഓവറോൾ ഓക്കെ. കുറച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം ഈ സിനിമ. എന്തായാലും ഞാൻ പെട്ടുപോയൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഞാൻ IMDbയിൽ ഔട്ട് ഓഫ് 10 5 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗർ കണ്ട ക്ഷീണം മാറ്റാനായിട്ട് എന്തായാലും മഹാരാജ എന്ന് കാണണം. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.